അങ്ങ് വയനാട്ടിൽ തകൃതിയായി ഇലക്ഷൻ പ്രചാരണം കലാശക്കൊട്ടിൽ നിറഞ്ഞാടുമ്പോൾ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി നവ്യ നായർക്ക് വേണ്ടിയുള്ള തീവ്ര പ്രചരണ പരിപാടിയിലാണ് ശോഭ സുരേന്ദ്രനും കൂട്ടരും. അവർ നയിച്ച ജാഥയുടെ ചിത്രമാണ് നാം ഈ കാണുന്നത്. വയനാട് ഇലക്ഷനിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു ഇടമാണ് എന്നതിൽ സംശയം വേണ്ട. കാരണം പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ തുറുപ്പുചീട്ട്. രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഈ വയനാട്ടിൽ ഒരുപാട് മത്സര പ്രതീക്ഷകളും പ്രത്യാശകളും വാശിയേറിയ പോരാട്ടവുമാണ് നടക്കുന്നത്. പ്രിയങ്കയെ വീഴ്ത്താൻ നവ്യയ്ക്ക് ആകുമോ? ഒപ്പം LDF സ്ഥാനാർത്ഥിയും ഉണ്ട്. എന്തായാലും ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ എന്നും വ്യക്തമായി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാം. കാരണം രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു ഇടം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പ്രിയങ്കയ്ക്ക് നവ്യ ഒരു നല്ല എതിരാളിയാണോ അല്ലയോ, പറ്റിയ എതിരാളിയാണോ അല്ലയോ? എന്തായാലും എല്ലാം സർവ്വസന്നാഹവുമായി ഈ മൂന്ന് മുന്നണികളും അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു. ആര് വയനാടിൻ്റെ ഹൃദയം കീഴടക്കുമെന്നതാണ് കാത്തിരിക്കാനുള്ളത്. എന്തായാലും നമ്മുടെ NDA മുന്നണിയുടെ ആ ഒരു പോരാട്ടം എടുത്തു പറയത്തക്ക ഒന്നാണ്. പക്ഷേ പലവിധ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ആ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ വയനാട്ടിലുണ്ട്. എന്തായാലും നവ്യയ്ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനും കൂട്ടരും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ചിത്രീകരണത്തിലൂടെ കാണുന്നത്. വളരെ ആഘോഷത്തോടെയും പാട്ടും നൃത്തവുമൊക്കെയായി വളരെ വളരെ ത്രിൽഡാണ് ശോഭാ സുരേന്ദ്രനും കൂട്ടരും. ഒപ്പം നവ്യയുമുണ്ട്. നവ്യ പ്രിയങ്കയെ മലർത്തി അടിക്കുമോ? കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ല കൂടെയാണ് വയനാട് ദുരന്തം കഴിഞ്ഞിട്ടുണ്ട്. ദുരന്തത്തിൽ വയനാടിൻ്റെ ദുരന്ത നിധിയിൽ കേന്ദ്രം കാണിക്കുന്ന നിലപാട് ഒരു വിഷയമാണ്. എന്തായാലും പ്രിയങ്ക, കോൺഗ്രസിൻ്റെ പ്രിയപുത്രി പ്രിയങ്ക മിന്നിക്കൊടി പാറിക്കുമോ? അതോ നവ്യ തള്ളിയിടുമോ? അതോ LDF സ്ഥാനാർത്ഥി ആരുമറിയാതെ കയറി വരുമോ എന്നതൊക്കെ അഭ്യൂഹമാണ്. എന്തായാലും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒരു ഇടം കൂടെയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഈ ആർജവം അവിടെ ഫലിക്കുമോ? പ്രിയങ്ക വിന്നിക്കൊടി പാറിക്കുമോ? LDF സ്ഥാനാർത്ഥി ഇവരുടെ പ്രവർത്തനം ഒട്ടും മോശമല്ല. എന്തായാലും മത്സരം കടുക്കുന്നു. അടിപൊളിയാകട്ടെ മത്സരം, വിജയിക്കട്ടെ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയ ആശംസകൾ നേരുന്നു. ന്യൂസ് ഇഫക്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും ന്യൂസ് ഇഫക്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.